പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓഗസ്റ്റ് മാസം ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഭാരതം, നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15-ാം തീയതി. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് 15-ാം തീയതി. ഒരുപാട് ഹൃദയം കുളിർപ്പിക്കുന്ന ഓർമ്മകളുള്ള മാസമാണ് ഓഗസ്റ്റ് മാസം. എനിക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഓർമ്മകൾ ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ കർത്താവ് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 8 വരെ അഖണ്ഡ ജപമാല ലോകമെമ്പാടുള്ള സകല വ്യക്തികൾ, കുടുംബങ്ങൾക്കും സഭയ്ക്കും വേണ്ടി സമർപ്പിക്കാൻ കർത്താവ് കൃപ തന്നു. ഈ വർഷം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളെ ശ്രവിക്കുമെന്ന് 100% ഉറപ്പാണ്. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ കാരൂരുടെ വകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത്. 15 വർഷത്തിലധികമായിട്ട് ആൾക്ക് ഹാൻഡ്സ് യൂസ് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ 15 വർഷമായിട്ട് നാക്കിൻ്റെ ഇടയിൽ ഹാൻഡ്സ് വെച്ച് നടക്കുന്ന ഒരു ദുശീലം ഈ സഹോദരിയുടെ ഭർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും കൂടുന്തോറും ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിർത്തലാക്കിയപ്പോൾ ആൾ പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെയോ വരുത്തിയിട്ടാണ് യൂസ് ചെയ്തായിരുന്നത്. പക്ഷെ ഒരിക്കലും ആളത് ഹാൻഡ്സ് നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പുറത്തുനിന്ന് രഹസ്യത്തിൽ വരുത്തി നാക്കിൻ്റെ അടി വെക്കാൻ തുടങ്ങി. ആൾ ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടായില്ല ആൾ ഈ സാധനം യൂസ് ചെയ്യണതെന്ന്. പക്ഷെ ആളുടെ വണ്ടിയിൽ നിന്നും പോക്കറ്റിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് കിട്ടും. ചേച്ചി ഒന്ന് ചോദിക്കും, ചേട്ടാ ഹാൻഡ്സ് വെച്ചില്ലേ? ഞാൻ ഇവിടുത്തുകാരനല്ല, തൃശ്ശൂർക്കാരനാണ് അല്ലേ? അങ്ങനെ ഒരു 6 വർഷത്തോളം, അതിനേക്കാളധികം ഞാൻ കുറേ നാൾ വഴക്കടിച്ച് നടന്നു. പക്ഷെ അവസാനം എനിക്ക് മനസ്സിലായി വഴക്കടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ അവസാനം ചേച്ചി പറഞ്ഞു, ചേട്ടാ കളിക്കരുത്, ചേട്ടൻ ഇത് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു നോക്കി. എന്നിട്ടും ചേട്ടൻ അനുസരിക്കുന്നില്ല. അപ്പം തന്നെ വെക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പിന്നെ വഴക്ക് പറച്ചിൽ നിർത്തി, ശകാരം നിർത്തി, കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചായ ഒന്നും കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ 1-1.5 വർഷത്തോളമായിട്ട് ചായയൊക്കെ ഉപേക്ഷിച്ചു. ആരറിയാതെ. ചേച്ചിക്കൊരു സംഭവമുണ്ട്, ചായ വേറെ എന്ത് ഒഴിവാക്കാം, എന്നാൽ ചായ ഒഴിവാക്കാൻ പറ്റില്ല. ഈ ഭർത്താവിൻ്റെ ഈ ദുശീലം മാറാൻ വേണ്ടി ഞാൻ ഇന്ന് മുതൽ ചായ കുടിക്കുന്നില്ല, അങ്ങനെ തീരുമാനമെടുത്തു. അപ്പോൾ ആൾക്ക് കൃഷിയുണ്ട്. കൃഷി സ്ഥലത്ത് കൂലി കൊടുക്കാൻ ഞാൻ പോകുമ്പോൾ മറിയം ത്രേസ്യയുടെ ഖബറിടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ മറിയം ത്രേസ്യയുടെ പള്ളിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കും. ഈ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ട് ഇത് മാറാണ്ടായപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായി, നിരാശ പോലെ. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് കുഴിക്കാട്ടുശ്ശേരിയിൽ മറിയം ത്രേസ്യയുടെ അവിടെ മറിയം ത്രേസ്യയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പ്രാർത്ഥന നിന്നിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ വന്നു, ആ പള്ളിയിൽ തന്നെ അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ട്. അപ്പം എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം എല്ലാവരും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും പോയി. അപ്പം ഞാൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൈവയ്പ്പ് ശുശ്രൂഷയുണ്ട് പിറ്റേ ദിവസം. അപ്പോഴും എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞാൻ രാവിലെ ജോലിക്ക് പോകണമെന്ന സമയത്തായതുകൊണ്ട് ഞാൻ ആ സമയത്ത് അവിടെ കയറി അച്ഛൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ചെന്നേ. പക്ഷെ അച്ഛൻ വന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു കൊന്തെത്തിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊന്തെത്തിച്ചിട്ട് പോയി. അന്ന് രാത്രി ആള് എൻ്റെ അടുത്ത് പതുക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാൻസറാന്നാ തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിയേ? ഞാനിപ്പോൾ ഹാൻഡ്സ് വെച്ചിട്ട് എനിക്ക് ഒന്നും ഫീൽ ചെയ്യണില്ല.
അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിത് വെക്കണില്ല എന്നല്ലേ പറഞ്ഞായിരുന്നേ. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ 3 കടയിൽ നിന്ന് മാറി മേടിച്ച് വെച്ച് നോക്കി, എന്നിട്ട് ഒരു ഫീലും കിട്ടണില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനുശേഷം ഇതുവരെ ഇപ്പൊ 1.5 വർഷത്തോളം ഇതുവരെ ആൾ യൂസ് ചെയ്ത ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് ചേട്ടൻ അറിയുന്നില്ല പ്രാർത്ഥിക്കുന്നത്, ഈ ചേച്ചി പ്രാർത്ഥിച്ചറിയുന്നില്ല. ചേട്ടൻ 3 കടയിൽ മേടിച്ച് നാക്കിനടി വെക്കൊന്നുമില്ല, ഒരു തരിപ്പില്ല. അതിനുശേഷം ഇപ്പൊ ആള് കാണുന്നവരോടൊക്കെ പറയും തരിപ്പ് നല്ല കിറങ്ങി ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ചേട്ടൻ ഇനിയിപ്പോൾ ഇത് വല്ല പഴയ സാധനമാണെന്ന് വിചാരിച്ച് അടുത്ത കട ചെന്ന് അത് മേടിച്ച് വെച്ച് നോക്കി, രക്ഷയില്ല. അതിനുശേഷം ഇപ്പൊ ആള് കാണുന്നവരോടൊക്കെ പറയും ഇത് യൂസ് ചെയ്തിട്ടാ, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ സുവിശേഷ വില തുടങ്ങിയെന്നറിയാവോ, ഹാൻഡ്സ് ഉപയോഗിക്കരുത്, ഇത് മോശമാണ്. കാരണം 3 കടയിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടും ഒരു രക്ഷയില്ല. പറഞ്ഞു ഇനി ഇത് വെച്ചിട്ടൊന്നും കാര്യമില്ല, കിട്ടുന്നത് തന്നെ മോശമാണ്, എനിക്കൊരു ഇതില്ല. ആ പ്രാർത്ഥന മാതാവിനോടുള്ളൊരു പ്രാർത്ഥന ചൊല്ലി ഈ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, ഒരു ബ്ലെസ്സിങ്. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഈശോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അനുഭവം എപ്പോഴും മനസ്സിലിങ്ങനെ. ഇപ്പൊ ചേട്ടന് ക്യാൻസർ വെക്കാൻ പറ്റുന്നില്ല, ക്യാൻസർ ആണെന്നൊരു സംശയം. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ, ഇപ്പം നല്ല മിടുക്കനായിട്ട് ചേച്ചിക്ക് ശകാരിക്കേണ്ടേ വരുന്നില്ല, നല്ല സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നന്നായി ഉയർത്തി, കരങ്ങൾ അടിച്ച് ഈശോ ആരാധിക്കുന്നു. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഈ സമയത്ത് വേഗം എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും സ്വർഗവാസികളുടെയും മാലാഖമാരുടെയും സാന്നിധ്യം നിറയുന്ന സമയമാണിത്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ രൂപത്തോടെ, കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ, ഭൂമിയിളകും അഭിഷേക ശക്തിയാൽ, റൂഹായേ ആഗതനാകണമേ, റൂഹായേ ആഗതമാകണമേ. പുതിയ ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞ് വിശട്ടെ. ഇത് പുതിയൊരു ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തിൽ കാറ്റാഞ്ഞ് വിശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ, പുതുശക്തിയാൽ പുത്തനുണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ, അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. നമ്മൾ ഇന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് വേദനയിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വേദനയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പരിശുദ്ധ അമ്മയുടെ ജപമാലകൾ കൈകളിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചാൽ
നമ്മുടെ ആ കഠിനമായ പ്രതികൂലത്തിൽ പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അസാധ്യമാകുന്ന വിധം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വളരെ പ്രകടമായി മനസ്സിലാകുന്ന വിധം അമ്മ ഇടപെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എനിക്ക് വളരെ ബോധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സങ്കേതങ്ങളും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളും ധാരാളമായി കർത്താവ് നൽകിയിരിക്കുകയാണ്. ആളുകൾ ഇവിടെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ അവിടെ പ്രാർത്ഥിക്കുന്നത് വഴി ചൊരിയപ്പെടുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിൻ്റെ ഒരു കാരണം വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യർ വേദനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ വേദന അറിഞ്ഞവരുടെ കൂടെ നിൽക്കുകയാണ്. ആ വേദന അറിഞ്ഞവരുടെ കൂടെ നിൽക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിലെത്തിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ കുടുംബം ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ വേദന അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുകയാണ്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനിലും പരിശുദ്ധ അമ്മ വേദനയിലൂടെ കടന്ന് ജീവിതത്തെ ധന്യമാക്കിയ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ്. വേദനയിലൂടെ നടന്ന് വേദനകളെ മഹാഭാഗ്യമാക്കിയ പരിശുദ്ധ അമ്മ. എൻ്റെ കൂടെ അനേക വർഷങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ച സാംസണച്ചന് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായി നമ്മളോട് സംസാരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആരെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ അവർക്കെല്ലാം പരിശുദ്ധ അമ്മ വഴി അനേകം കൃപകൾ കിട്ടുന്ന കാര്യം നമുക്കറിയാം, നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ പരിശുദ്ധ മാതാവിനോട് ഭക്തിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം അതിൽ 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മൾ കാണുന്നുണ്ട്. അതിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് 46-ഉം 47-ഉം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിർഭാഗ്യങ്ങളാണ് നമ്മൾ കാണുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എപ്പോഴും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമാണ്. ഓരോ യഹൂദനും പ്രാർത്ഥിച്ചിരുന്ന ഇപ്രകാരമാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കും. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവമേ, ഒരു മൃഗമായിട്ടോ സ്ത്രീ ആയിട്ടോ നീ എനിക്ക് ജന്മം നൽകിയില്ല, എന്നെ ഒരു പുരുഷനാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീയായിട്ട് ജനിച്ച പരിശുദ്ധ അമ്മ. സ്ത്രീകൾക്ക് ഒരു വിലയുമില്ലാത്ത ഒരു സമൂഹമായി ഈ സമൂഹത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് ദൈവദൂതൻ പറയുന്നത്, നീ കൃപ നിറഞ്ഞവളാണ്, കൃപ നിറഞ്ഞവൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപ നിറഞ്ഞവളായും ഭാഗ്യവതിയായും പരിശുദ്ധ അമ്മ മാറിയ എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൗർഭാഗ്യങ്ങളെ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി അത് ഭാഗ്യമാക്കി മാറ്റുവാൻ പരിശ്രമിച്ചു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, ഒരു കന്യകയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ വിവാഹം. താനുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയ പുരുഷൻ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അതിൽ സന്തോഷിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഭാഗ്യമായി മാറി. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു കന്യക ഗർഭിണിയായി. ഒരു വിവാഹത്തിന് മുമ്പ് ഒരു കന്യക ഗർഭിണിയായാൽ യഹൂദ നിയമം അനുസരിച്ച് പൊതു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ ലോകത്തിലേക്ക് നൽകുവാൻ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു കൊടുത്തു. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു ദൗർഭാഗ്യം ഭാഗ്യമായി മാറാൻ കാരണം. വീണ്ടും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകുവാൻ വേണ്ടി ഒരു ഇടം നോക്കിയിട്ട് ഒരു പുൽത്തൊഴുത്ത് ആണ് ഏറ്റവും അവസാനം കിട്ടിയത്. ഒരു സ്ഥലവും കിട്ടിയില്ല.
അതും ഒരു ദൗർഭാഗ്യമായിട്ട് വേണം നമുക്ക് കരുതാം. എന്നാൽ പരിശുദ്ധ അമ്മ അത് ഭാഗ്യമായിട്ട് കരുതി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ആ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കൊണ്ട് മറ്റൊരു ദേശത്തേക്ക്, ആരുമില്ലാത്തൊരു ദേശത്തേക്ക്, ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാണും. വീണ്ടും ഈ കുഞ്ഞിനെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയ പരിശുദ്ധ അമ്മ വീണ്ടും കാണുന്നു, തൻ്റെ ജീവിതത്തിൽ മകൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ വേദനയുള്ളൊരു കാലഘട്ടം. മകൻ നഷ്ടപ്പെട്ട് മകനെ തപ്പി അല്ലെങ്കിൽ തേടി നടക്കുന്ന അമ്മയും പിതാവും. അതിനുശേഷം വീണ്ടും തൻ്റെ മകന് വളർന്ന് വലുതാകുമ്പോൾ അനേകർ യേശുവിനെ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ്, മകനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. അവസാനം മകനെ പിടിച്ചു കൊണ്ടുവന്ന് പ്രഹരിച്ച്, അടിച്ച്, വേദനിപ്പിച്ച്, മുൾക്കിരീടം ധരിപ്പിച്ച്, ഉടുവസ്ത്രം പോലും ഇല്ലാതെ കുരിശിൽ തറച്ച് കൊല്ലുന്നത് കൺമുമ്പിൽ കാണുകയാണ്. എന്നിട്ട് ആ മകൻ്റെ വിറങ്ങലിച്ച സവിശരീരം തൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മയ്ക്കുണ്ടായിരുന്നൊരു വേദന. ഒരു മകൻ താൻ മരിക്കുന്നതിന് മുമ്പ് മകൻ മരിക്കരുത്, ഞാൻ മരിച്ചിട്ടേ എൻ്റെ മക്കൾ മരിക്കാവൂ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് നമ്മുടെ അമ്മമാർ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവിതം, അതും പ്രത്യേകിച്ച് ആർക്കും വേണ്ടാതെ, എല്ലാവരും നിന്ദിക്കപ്പെട്ട് പരിഹാസപാത്രമായി ആർക്കും വേണ്ടാത്തൊരു ജീവിതമാക്കി കുരിശിത്തറയ്ക്കപ്പെട്ട് കൊന്ന മകൻ്റെ ശരീരം മടിയിൽ കിടത്തിയിട്ട് ആ മുഖത്തേക്ക് നോക്കി കണ്ണുനീർ വാർക്കുന്ന അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, ഈ അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സഹനങ്ങളെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ സ്വർഗം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തൻ്റെ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവം തീരുമാനിച്ചത്. ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിരുസഭ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ. ഇത് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങളെ സ്വീകരിച്ചപ്പോഴാണ്, സഹനങ്ങളെയും വേദനകളെയും മനുഷ്യ മക്കളുടെ വേദനകളെയും തൻ്റെ വേദനയായി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ തയ്യാറായി. മാത്രമല്ല, ഈ ലോകത്തിലേക്ക് രക്ഷകനെ കൊടുക്കുവാൻ, ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ കൊടുത്തത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർഗം സ്വീകരിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ അമ്മയോട് പ്രാർത്ഥിച്ച് അനേകർ അഭിഷേകം പ്രാപിച്ചു. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു അമ്മ ഒരു സംഭവം പറഞ്ഞത് പ്രത്യേകം ഓർക്കുകയാണ്. എന്നോടൊരു സംഭവം അമ്മ പറയാണ്, ഈ അമ്മയുടെ 23 വയസ്സുള്ള ഒരു മകൻ, ആ മകൻ, ഈ അമ്മ ഒരേ ഒരു മകനുള്ള അമ്മയ്ക്ക് വളർത്തി, എല്ലാം കൊടുത്തു, ജീവിച്ചു, അധ്വാനിച്ചു, കിട്ടിയതെല്ലാം മകന് പഠിക്കാൻ, മകന് വസ്ത്രം വാങ്ങാൻ, മകന് ഭക്ഷണം കൊടുക്കാൻ, നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാം ചെലവഴിച്ച് പോയി. എന്നാൽ വലുതായപ്പോൾ ഈ മകൻ പറഞ്ഞു, എനിക്ക് ബൈക്ക് വേണം. ആ അമ്മ മറ്റ് വീടുകളിൽ പോയി ജോലി ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് നല്ലൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ബൈക്ക് വാങ്ങിക്കൊടുത്ത് പറഞ്ഞു, പിന്നെ കാറ് വേണം. ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വേദനകൾ കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി, ഈ മകൻ ബൈക്കും കാറും ചോദിക്കുന്ന ഈ മകൻ പല വിധത്തിലുള്ള ദുശീലങ്ങൾ കടുവയാണ്. കഞ്ചാവ്, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ അശുദ്ധ മേഖലയിലൂടെ പോയ ഈ മകനെ ഓർത്ത് ഈ അമ്മ സങ്കടപ്പെടുകയാണ്. ഈ അമ്മ രാത്രിയുടെ യാമങ്ങളിൽ 2 കൈയും വിരിച്ച് ജപമാല കയ്യിലേക്ക് എടുത്ത് പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കഴിയുമ്പോൾ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി തുടങ്ങി. ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഈ മകൻ അമ്മയെ പ്രഹരിക്കാൻ തുടങ്ങി. അടിയും ചീത്തയും, അതായത് ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചീത്ത വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ തുടങ്ങി. അമ്മ എന്ത് ചെയ്തു? വീണ്ടും പ്രാർത്ഥന ഉയർത്തി അവസാനം ഈ മകൻ ഒരു ദിവസം എവിടെയോ ബൈക്കിന് പോയ ആ മകൻ ബൈക്ക് ഇടിച്ച് തകർന്ന് തരിപ്പണായി. കൈയും കാലും ഒടിഞ്ഞു, തലയിൽ വലിയ ഓപ്പറേഷൻ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു, ഈ മകനെ തിരിച്ചു കിട്ടണമെന്നുള്ളത് കാര്യം സംശയമാണ്. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഈ മകനെ അങ്ങ് എടുത്തോ. പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകനെ ഞാൻ തന്നിരിക്കുകയാണ്. എനിക്ക് ഈ മകൻ എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നതിന് എനിക്ക് സങ്കടമില്ല. പക്ഷേ ഇവൻ ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് വേണം മരിക്കാൻ. അവൻ പാപത്തോടെ മരിക്കരുത്. അമ്മ വീണ്ടും എത്രയും നീള മാതാവ് പ്രാർത്ഥന, അതുപോലെ മാതാവിന് തീർത്ഥനാകർ കേന്ദ്രങ്ങളിൽ പോയി മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്രയും നീള മാതാവ് രാത്രി ഉറക്കമില്ലാതെ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൻ ആശുപത്രി കിടക്കയിൽ നിന്ന് വെന്റിലേറ്ററിൽ 48 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. പിന്നീട് ഈ മകൻ ചെറുതായിട്ട് സുഖപ്പെടാൻ തുടങ്ങി. സുഖപ്പെട്ട് വീട്ടിൽ വന്ന നിമിഷം തന്നെ ഈ മകൻ അമ്മയോട് പറയാണ്, എനിക്ക് കേരളത്തിലെ ഒരു ഫേമസ്
തീർത്ഥാടന കേന്ദ്രം, മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. അമ്മ അത്ഭുതപ്പെട്ടു. അപ്പം തന്നെ അമ്മ ആ മകൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, മകനെ, പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു, പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. അന്ന് ആ കുട്ടിയെ കൊണ്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്ന് ആ മകൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് എത്രയും നീളുന്നത് മാതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയോട് പറയാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അന്ന് ആ മകൻ ആ ദേവാലയത്തിൽ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു. ഈ മലമുകളിൽ വന്ന് ഈ മലമുകളിലൂടെ കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്തും സകല ക്രിസ്ത്യാനികൾ സഹായമായ ഗ്രോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അച്ഛന് കാണാനിടയായി. അന്ന് മുതൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു ദൈവവൈതൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ സഹനങ്ങളിൽ, അവൻ്റെ വേദനകളിൽ, അവൻ്റെ ദുഃഖങ്ങളിൽ പരിശുദ്ധ അമ്മ തൻ്റെ പ്രാർത്ഥന വഴി യേശു ക്രിസ്തുവിനോട് മധ്യസ്ഥ യാചിച്ച് നിനക്കാവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുമെന്ന്. ഇന്ന് സ്നേഹവനപ്പെട്ട പട്ടായച്ച പറഞ്ഞില്ലേ, വേദനിച്ച് ഇരുന്ന ആ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ ചെന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ, നിങ്ങൾ എൻ്റെ മകൻ പറയുന്ന കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ മകൻ പറയുന്ന കാര്യം ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ അമ്മ ഈശോയോട് വന്ന് പറയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ മാതാവിനോട് പറയുന്നു, സ്ത്രീയെ, എനിക്ക് സമയമായിട്ടില്ല. എങ്കിലും പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ കർത്താവ് ഈശോ മിശിഹായ ഇടപെട്ട് അവരുടെ ആ സങ്കടം സന്തോഷമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് സഹനം അനുഭവിക്കുന്നവർ, കടബാധ്യതയുള്ളവർ, മക്കളെക്കുറിച്ച് വേദനിക്കുന്നവർ, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ അഭിഹിത ബന്ധത്തിൽ കുടുങ്ങി കിടക്കുന്ന ജീവിത പങ്കാളിമാർ, അതുപോലെ കടബാധ്യത നിറഞ്ഞ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർ, ഈ ലോകത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വരും. പരിശുദ്ധ അമ്മ കടന്നു വന്നും ആ അമ്മ നമ്മുടെ കൈകളിലേക്ക് ഒരു പ്രാർത്ഥന വെച്ച് തരും, ജപമാല. ആ അമ്മ പറയും, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ, ജപമാലയിൽ പ്രാർത്ഥിച്ചോ, നിന്റെ കണ്ണിനീര് ജപമാല മണികൾ നനയാൻ തക്ക വിധത്തിൽ കണ്ണിൽ നിന്ന് ഒഴുകണം. കരങ്ങൾ വിരിച്ച് മാതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ യാചിക്കണം. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ വചനം ഓരോന്നോരോന്നെടുത്ത് പരിശുദ്ധ അമ്മ ദൈവ വചനത്തിലൂടെ കുറച്ച് ഭാഗത്ത് മാത്രമേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ആ സാന്നിധ്യമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് 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 ദൈവത്തിൽ അഭിഷേകം പ്രാപിക്കണം. ആ അമ്മ ഏറ്റവും അവസാനം പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയാണ്, അച്ഛാ, ഇന്ന് ഞാൻ വളരെ ഞാൻ വേറെ ഒരു സ്ഥലത്തും പ്രാർത്ഥിച്ചില്ല, ആരോടും പ്രാർത്ഥന ചോദിച്ചില്ല. ഞാൻ എൻ്റെ കണ്ണുനീര് പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവ പൈതലെ നീ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് എത്രയോ മാതാവാണ്. കുരുക്കഴിക്കുന്ന മാതാവ്, നിത്യസഹായ മാതാവ്, സഹനത്തിൻ്റെ മാതാവ്, രോസാമിഷ്ടിക്ക മാതാവ്, ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ പറയാനുള്ള മാതാവിൻ്റെ പേരുകളുണ്ട്. കാരണം ഓരോരുത്തരും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തിരുസഭയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കണം. അതുപോലെ ഈ വർഷം മുഴുവൻ നെഹെമിയ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ജപമാല പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണെന്ന് വട്ടായലിച്ച് നിങ്ങളോട് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയില്ലാത്ത ഒരു ക്രൈസ്തവൻ ഉണ്ടാകരുത്. അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മയോട് മധ്യസ്ഥ യാചിക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അനേക കോടാനുകോടി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ വഴി നിങ്ങൾക്ക് നേടിത്തരും. പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സഹനങ്ങളിൽ വേദനകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മധ്യസ്ഥയായും സംരക്ഷണമായും ഈശോ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന അമ്മയാണ്. കുരിശിൻ ചുവട്ടിൽ വെച്ച് യോഹന്നാൻ സ്ലീഹായോട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ സ്ലീഹയ്ക്ക് മാത്രമല്ല, ഈശോ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് മാത്രമുള്ളതല്ല ബൈബിളിൽ നമ്മൾ കാണുന്നത്. അത് സകല തലമുറകൾക്കും വേണ്ടി കർത്താവ് അരുളി ചെയ്യുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കാൻ ദൈവമായ കർത്താവ് സന്തോഷത്തോടെ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭാചരിത്രത്തിൽ ഉയർന്നു വന്നുള്ള എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തെ പരിശോധിച്ച് നോക്കുക, എല്ലാ മിസ്റ്റിക്കുകളുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുക, എല്ലാ സുവിശേഷകരുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുക. പരിശുദ്ധ അമ്മയോടുള്ളൊരു പ്രത്യേക കൂട്ടുകെട്ട്, പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഐക്യം
ദൈവം കനിഞ്ഞു നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസരത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടമേൽ നിന്ന് ഹൃദയം എളിമപ്പെടുത്തി നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ സമയം ഒരുപാട് മേഖലകളിൽ നമ്മുടെ കർത്താവിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യങ്ങളും ഇടപെടലുകളും ലഭിക്കുന്ന സമയമാണ്. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഇരിക്കുകയോ നിൽക്കുകയോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ഒരു പൊസിഷൻ സ്വീകരിക്കാം. ഈശോയിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താം. കർത്താവെ, അനേക നാളുകളായി ഹൃദയത്തിൽ വേദനയുണ്ട്. ജീവിതത്തിൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്ന് വരെ ഒത്തിരി കാലങ്ങളായി സഹിച്ചും വഹിച്ചും കൊണ്ടുവരുന്ന രോഗങ്ങളും ഭാരങ്ങളും ഉണ്ട്. കർത്താവെ, പലപ്പോഴും ഏകാന്തതയും ഒറ്റപ്പെടലും ഭാരങ്ങളും ഹൃദയത്തെ മതിക്കുകയാണ്. സൗഖ്യപ്പെടാത്ത ഒരുപാട് വേദനകൾ ഹൃദയത്തിൽ തളം കെട്ട് കിടക്കുകയാണ്. മനസ്സിൻ്റെ ഭാരങ്ങളും ഡിപ്രഷനും നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഹൃദയത്തിൽ തളം കെട്ട് കിടക്കുകയാണ്. കർത്താവെ, ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, നിരാശ, കുറ്റബോധം, അപകർഷത, ഭയം, വെറുപ്പ്, നീരസം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ ഒരുപാട് അന്ധകാരാവൃതമായ അവസ്ഥകളുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്. കർത്താവെ, പരിശുദ്ധ അമ്മയോടെ കൂട്ടായ്മയിൽ ഞാൻ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം. എൻ്റെ മനസ്സിന് ശക്തി നൽകണം. ധൈര്യം ചോർന്നു എൻ്റെ മനസ്സിന് ബലം നൽകണമേ. ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുന്ന എൻ്റെ മനസ്സിന് അങ്ങ് ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കുറച്ച് നേരം ഓർക്ക് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. എന്റെ മനസ്സിൽ മുറിവുകൾ നീക്കാൻ നീ വരണേ കാൽവരിനാഥ, കണ്ണീർ മായ്ക്കണമേ. എന്റെ മനസ്സിൻ മുറിവുകൾ നീക്കാൻ നീ വരണേ കാൽവരിനാഥ, കണ്ണീർ മായ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഈശോയേ, എൻ സ്നേഹമേ, ഈശോയേ, സൗഖ്യം നൽകണമേ. വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എൻ സ്നേഹമേ, സൗഖ്യം നൽകണമേ. ഈശോയേ, സൗഖ്യം നൽകണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകപ്പെടുന്ന സമയമാണിത്. സ്വർഗത്തിലെ ഈശോ ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. ഈ സമയം എത്രമാത്രം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, അത്രമാത്രം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഈ സമയം രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് നോക്കുക. യേശുവേ, യേശുവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ, ഈശോ, എൻ സ്നേഹമേ, ഈശോ, എൻ സ്നേഹമേ, ഈശോ, സൗഖ്യം നൽകണമേ. ഈശോ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ.
ആർത്തടിക്കും ആരവത്തോടെ അഗ്നിനാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയായി ഭൂമിയിളകും അഭിഷേക ശക്തിയായി റൂഹായേ വേഗം ആഗതനാകണമേ.